നമസ്കാരം. തിരഞ്ഞെടുപ്പ് കാലമായാൽ ജനങ്ങൾക്ക് അത്ര വലിയ ക്ഷേമമൊന്നുമില്ലെങ്കിലും വാർത്തകൾക്കും വ്യത്യസ്തമായ കാര്യങ്ങൾക്കും ക്ഷാമമൊന്നുമില്ല. ഒരു മണ്ഡലത്തിൽ നിന്ന് 3 MLA-മാരോ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഉണ്ടായാൽ ചരിത്രമല്ലേ ചരിത്രം. എന്താ ഇതൊരു വെറൈറ്റി അല്ലേ? നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ഇക്കുറി 3 പേരാണ് മത്സര രംഗത്ത്. ഒരാൾ സിറ്റിംഗ് MLA ആയ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും നിലമ്പൂരിൽ നിന്നും ജനവിധി തേടുകയാണ്. തൊട്ടപ്പുറത്തെ ഗ്രാമമായ പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും DCC പ്രസിഡന്റ് VS ജോയി തവനൂരിലും യൂത്ത് ലീഗ് ദേശീയ കൺവീനർ TP അഷ്റഫ് അലി കൊണ്ടോട്ടിയിലും മത്സരിക്കും. നിലമ്പൂരിൽ നിന്നും 3 പേർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നത് ഇത് ആദ്യമാണ്. 3 പേരും ജയിക്കുകയാണെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ 3 MLA-മാരാണ് ഉണ്ടാവുക തത്വത്തിൽ. ഇതിൽ പ്രധാന പോരാട്ടം തവനൂരിൽ സിറ്റിംഗ് MLA KT ജലീലിനെതിരെ VS ജോയിയും തമ്മിലായിരിക്കും. ആര്യാടൻ ഷൗക്കത്തിന് ഇത് 3ാം മത്സരമാണ്. 2016-ൽ PV അൻവറിന് എതിരെ മത്സരിച്ചപ്പോൾ കന്നി അംഗത്തിൽ തന്നെ പരാജയപ്പെട്ടു. ആര്യാടൻ ഷൗക്കത്ത് 2025-ലെ ഉപതെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിൽ എത്തിയത്. 3ാം അംഗത്തിൽ മുൻ ഫുട്ബോൾ ദേശീയ താരം U ഷറഫ് അലിയാണ് നേരിടുക. DCC പ്രസിഡന്റ് VS ജോയിക്ക് ഇത് 2ാം അംഗം. 2016-ൽ മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെയായിരുന്നു കന്നി അംഗം. ഇവിടെ പരാജയം നേരിട്ടു. തവനൂർ മണ്ഡലം രൂപം കൊണ്ട ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പിലും ഇവിടെ നിന്നും LDF സ്വതന്ത്രനായി വിജയിച്ച മുൻ മന്ത്രി കൂടിയായ KT ജലീലിൽ നിന്നും തവനൂർ പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് VS ജോയിയെ UDF ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഏൽപ്പിച്ചിരിക്കുന്നത്. TP അഷ്റഫ് അലിക്ക് നിയമസഭയിലേക്ക് ഇത് കന്നി അംഗമാണ്. മുസ്ലിം ലീഗിന്റെ സുരക്ഷിത മണ്ഡലങ്ങളിൽ ഇമ്പോർട്ടന്റ് കൊണ്ടോട്ടിയാണ് TP അഷ്റഫ് അലിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം ശ്രദ്ധേയമാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ തന്നെ പോത്തുകൽ സ്വദേശിയായ VS ജോയിയും എടക്കര സ്വദേശിയായ TP അഷ്റഫ് അലിയും നിലമ്പൂരുകാരനായ ആര്യാടൻ ഷൗക്കത്തും സ്ഥാനാർത്ഥികളായതോടെ വരുന്ന നിയമസഭയിൽ 1-ൽ കൂടുതൽ നിലമ്പൂരുകാർ വരാനുള്ള സാധ്യത കൂടി. KSU മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന VS ജോയിയും മുൻ MSF സംസ്ഥാന പ്രസിഡന്റായിരുന്ന TP അഷ്റഫ് അലിയും ഒന്നിച്ച് സ്ഥാനാർത്ഥികളാകുന്നത് നിലമ്പൂരിലെയും മലപ്പുറത്തെയും UDF പ്രവർത്തകർക്ക് ഇരട്ടി ആവേശമാകും. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ഇക്കുറി LDF-ന് സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. M സ്വരാജ് ഇക്കുറി മത്സരരംഗത്ത് ഇല്ലാത്തതും അരീക്കോട് സ്വദേശിയായ U ഷറഫ് അലി നിലമ്പൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുമാണ് നിലമ്പൂരിൽ നിന്നും ഇക്കുറി LDF-ന് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയത്. 3 പേരും വിജയിച്ച് കയറിയാൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും 4 MLA-മാർ വരും. വെറൈറ്റി ആകും എന്തായാലും ഇക്കുറി നിലമ്പൂർ. 3 പേരും വിജയിച്ചാൽ മാത്രം.